അങ്ങനെ വേനലിൽ നിന്ന് രക്ഷപ്പെട്ടു. മഴയങ്ങ് തുടങ്ങിയപ്പോൾ എന്തൊരാശ്വാസമല്ലേ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ തുടങ്ങും മൂക്കലിപ്പും തൊണ്ടവേദനയും. മഴക്കാലത്ത് ഈർപ്പം കൂടുന്നത് കൊണ്ട് വൈറസും ബാക്ടീരിയകളും ഫംഗസും ഒക്കെ നല്ല ഉഷാറാക്കി അങ്ങ് വളരും. ഇവയെല്ലാം കൂടി നമ്മുടെ ശരീരത്തിലേക്ക് അങ്ങ് കയറുമ്പോൾ തടഞ്ഞു നിർത്താൻ ആദ്യം ഇറങ്ങുന്നത് തൊണ്ടയിലെ ടോൺസിലുകളാണ്. ഇവയ്ക്ക് നന്നായി പണിയെടുക്കേണ്ടി വരും. രോഗാണുക്കളെ പ്രതിരോധിക്കാനുള്ള ധാരാളം സെല്ലുകൾ ടോൺസിലുകളിലുണ്ട്. മൂക്കിലൂടെയും വായിലൂടെയും അകത്ത് കടക്കാൻ ശ്രമിക്കുന്നവരെ എന്ത് വില കൊടുത്തും തടയാൻ ടോൺസിലുകൾ ശ്രമിക്കും. ഒരു പോരാട്ടമാണെന്ന് വേണം പറയാൻ. അതിനിടയിൽ ടോൺസിലുകൾക്ക് ഇൻഫ്ലമേഷൻ സംഭവിക്കാം. അപ്പോഴാണ് ടോൺസിലൈറ്റിസും തൊണ്ടയിലെ മറ്റ് അസ്വസ്ഥതകളും ഒക്കെ തുടങ്ങുക. മഴക്കാലത്ത് പിന്നെ ഇതൊരു സ്ഥിരം പരിപാടിയായിരിക്കും. അതുമാത്രമല്ല, മഴയത്ത് ചെവി നനഞ്ഞാൽ ചിലരുടെ കാര്യം പിന്നെ പറയേ വേണ്ട. മൂക്കൊലിപ്പ്, തൊണ്ടവേദന, മൂക്കൊലിപ്പ്, ഇതായിരിക്കും സ്ഥിരം പരിപാടി. അപ്പോൾ എന്ത് ചെയ്യണമെന്നല്ലേ? ചെറു ചൂടുള്ള വെള്ളമോ ആന്റിസെപ്റ്റിക് സൊല്യൂഷൻ ഉപയോഗിച്ച് ദിവസത്തിൽ ഒരു തവണയെങ്കിലും ഗാർഗിൾ ചെയ്യുക. ചെവി എപ്പോഴും ഡ്രൈ ആക്കി വെക്കാം. അപ്രതീക്ഷിതമായൊക്കെ മഴ നനയുകയാണെങ്കിൽ ചെവിയുടെ പുറംഭാഗം തുടച്ചുണക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല മഴയാണെങ്കിലും ചിലർക്ക് കൂൾ ഡ്രിങ്ക്സും ഐസ്ക്രീമും ഒക്കെ കഴിക്കാൻ തോന്നും. പക്ഷെ ഒഴിവാക്കുന്നതാണ് നല്ലത്. പകരം തൊണ്ടയ്ക്ക് ആശ്വാസം നൽകുന്ന ചൂടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം. സ്ട്രീറ്റ് ഫുഡാണ് മഴക്കാലത്തെ മറ്റൊരു വില്ലൻ. മഴവെള്ളം കലർന്ന് ഇവ എളുപ്പത്തിൽ മലിനമാകാൻ സാധ്യതയുണ്ട്. മാക്സിമം വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം മാത്രം കഴിക്കാൻ ശ്രമിക്കുക.